ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. 6:15 ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഊബർ കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. നേരെ വണ്ടി സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് ചായ അടിക്കാൻ പോവാം. സ്റ്റാർട്ടിങ് കഴിയുമ്പോഴത്തേനെ വണ്ടീൻ്റെ ഉള്ളിൽ പോലെ കച്ചറ ഉണ്ടോക്കെ ഇന്നലത്തെ പോലെ. സീറ്റിൻ്റെ അവിടെ ഒന്നും കുഴപ്പമില്ല, മാറ്റൊക്കെ ക്ലീനാണ്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഉണ്ടോ? സീറ്റ് ബെൽറ്റ് കണക്ട് ചെയ്ത് വെക്കണമല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ടാണ് അടിക്കടി താത്തി വിട്ടു രണ്ടും. ഇപ്പൊ ഇനി ഇവിടെ ഡിസ്റ്റർബൻസ് ഇല്ല. കസ്റ്റമർ ചിലപ്പോ ബാക്കിൽ കുത്തും. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇവിടെ സൈഡിൽ കൂടി ഇങ്ങനെ കൊടുത്തു കണ്ടോ, സൈഡിൽ കൂടി ഇങ്ങനെ കൊടുത്തിട്ട് ഉള്ളിൽ അവിടെ താത്തി കൊടുത്തു രണ്ടും. സെന്ററത്തെ ഞാൻ ഓൾറെഡി അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് CNG ടാങ്ക് കണ്ടോ, അപ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റിന്റെ രണ്ടിന്റെ കണക്ടർ എനിക്ക് ഊരാൻ പറ്റണില്ല. ഈ സീറ്റ് ബെൽറ്റിന്റെ സൗണ്ട് കേൾക്കുമല്ലോ, അലാമ്, അത് സെന്ററത്തെ ഞാൻ ഒഴിവാക്കിയിട്ടു, റിമൂവ് ചെയ്തു കണക്ടർ. മറ്റേ രണ്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പൊ കണക്ട് ചെയ്ത് നിർബന്ധ. അപ്പൊ കണക്ട് ചെയ്തിട്ട് അടിക്ക് താഴ്ത്തി വിട്ടു. അപ്പോൾ ഇനിയിപ്പോ സ്റ്റാർട്ടിങ് കഴിയട്ടെ. ഇവിടെ ക്ലീൻ ആണ്. ഇവിടെ നമ്മളവിടെ കുറച്ച് ചളി ഉണ്ടാവും, നമ്മളിങ്ങനെ ഇറങ്ങി കയറല്ലേ. ഇവിടെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇനി ഒരു പഴം കഴിച്ചിട്ട് നേരെ തുടങ്ങാം. ഇന്നലെ നമ്മൾ ഓടിയത് 156 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ ബിയിൽ. അപ്പോൾ ബി നമുക്ക് 0 ആക്കാം. ബി 0 ആക്കിയിട്ടുണ്ട്. ഇനി 7 ഇട്ട് വെച്ചിട്ട് പോവാം. 64,800 ആയി ടോട്ടല്. 7,990. അപ്പോൾ ഇനി ഓട്ടം തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. മുഹമ്മദ് ആണോ? മുഹമ്മദാണ്. എവിടെയാ ഇത്? ബ്രൈറ്റ് സ്പോർട്സ് സെന്ററിന്റെ അടുത്താണല്ലോ. ഇവിടെ ഒരു എർട്ടിക വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ, അതാണോ? ഇല്ല, ഇതില്ലേ കങ്ങരപ്പടി ടൗൺ ഹാളില്ലേ? ടൗൺ ഹാളോ? ടൗൺ ഹാൾ. ഇത് ലൊക്കേഷൻ കറക്റ്റ് ആണോ കൊടുത്തിട്ടുള്ളത്? ലൊക്കേഷൻ നിങ്ങൾ എവിടെയാ ഇപ്പം? ഞാന് മുണ്ടമ്പാലത്തിന്റെ ഏകദേശം അടുത്താ. കങ്ങരപ്പടി ടൗൺ ഹാളിന്റെ അവിടെ വാ. ടൗൺ ഹാളോ? ആ, ഓക്കെ. ആളെ കൊടുത്ത ലൊക്കേഷൻ തെറ്റാണ്. ഒരു 400 മീറ്ററും കൂടി ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു എർട്ടിക ഉണ്ടേനു. ഞാൻ കരുതി വലിയ ടീമുകളാണ് എഴുതി, കുറെ ആൾക്കാരുണ്ടാവും എഴുതി. ഒരു എർട്ടിക, ഒരു ഊബർ ഗോയാണ് എഴുതി. അപ്പൊ ഇവിടെ ഇല്ല, ലൊക്കേഷൻ ഇവിടെ ഇല്ല. അപ്പൊ ഇനി വണ്ടി അവിടെ ഓടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടി കയറി എത്തുമോന്നറിയില്ല. ഈ പച്ചട്ടോ നമ്മുടെ കസ്റ്റമർ ഈ പോകുന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പോ 275. അപ്പൊ 70 ചോദിച്ചു. ഞാൻ പറഞ്ഞു 76 കേട്ടോ, 76 കാണിക്കുന്നത്. എൻ്റെ ഇപ്പോഴും 69 കാണിക്കുന്നത്. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ അങ്ങനെ കാണിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റിംഗ് ടൈം പിക്കപ്പ് മാറിയില്ലേ. ഞാൻ കസ്റ്റമറെ വിളിച്ചോടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മൊത്തം ട്രിപ്പോട് ട്രിപ്പ്. ഈ കസ്റ്റമർ ആയിരുന്നു കേട്ടോ നമ്മള് ലാസ്റ്റ് ട്രിപ്പിന്റെ കസ്റ്റമർ. ഇതിപ്പോ നമ്മള് വേൾഡ് ട്രേഡ് സെന്ററിലാണുള്ളത്. നമുക്ക് ആലുവന്ന് ഒരു ട്രിപ്പ് അടിച്ചു. ആദ്യം റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു, അത് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മള് മറ്റേ ഊബറിൽ ട്രിപ്പ് അടിച്ചു, അത് നേരെ പെരുമ്പാവൂരിലേക്കായിരുന്നു. പെരുമ്പാവൂർ നമ്മള് ഡ്രോപ്പ് ചെയ്യുന്നതിന് 8 കിലോമീറ്റർ മുന്നേ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു. അത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക്, അത് വേൾഡ് ട്രേഡ് സെന്ററിലേക്കാണ് അടിച്ചത്. അത് കഴിയുന്നതിന് മുമ്പ് നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 100 രൂപയുടെ. 2 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്, ഡ്രോപ്പും 2 കിലോമീറ്റർ ഉണ്ട്. 113 എത്ര. ഡ്രോപ്പ് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. മറ്റത് ഓക്കെ, ടോട്ടല് 4 കിലോമീറ്റർ കുഴപ്പമില്ല. ഇപ്പോൾ റാപ്പിഡോയിൽ യാത്രയിലൊക്കെ നല്ല അടിയുണ്ട്. 277 രൂപക്ക് യാത്ര 11 കിലോമീറ്റർ. നല്ല ലാഭമായിരുന്നു. പക്ഷേ ഞാൻ ഈ ട്രിപ്പ് എടുത്തു പോയി. ചിലപ്പോൾ റാപ്പിഡോയിൽ യാത്രയിൽ നല്ല ഓട്ടം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രിപ്പും പാടെ കഴിയുമ്പോഴത്തേന് നോക്കും. ഇനി കുറേ അടി ഉണ്ടെങ്കിൽ ഊബർ ഓഫ് ചെയ്യുക, എന്നിട്ട് വെറും റാപ്പിഡോ യാത്ര ഓടാം. അതായിരിക്കും നല്ലത്. അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട്. മഴ തുടങ്ങിയിട്ട് നമ്മളെ പെരുമ്പാവൂര് ആ ട്രിപ്പ് എടുക്കുന്നതിൻ്റെ മുമ്പ് മഴ പെയ്യലും എല്ലാം തുടങ്ങി. അപ്പം തുടങ്ങിയതാ മഴ, പിന്നെ ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പോൾ സമയം 8:59, 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇയാളെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നിസാമാണ്, നിസാം. നല്ല ബ്ലോക്കാണ് ഇവിടെ. അപ്പോഴാണ് നമുക്ക് അടിച്ച നിസാം ഉണ്ടല്ലോ, 100 രൂപയുടെ ട്രിപ്പാ, പോവാൻ മൂടൊന്നുമില്ല. എന്നിട്ടോ ഇങ്ങനെ മെസ്സേജ് അയക്കാം. ആദ്യം യുവർ അറ്റ് ഡ്രോപ്പിംഗ് ലൊക്കേഷൻ, പിന്നെ ഐ എം ലുക്കിംഗ് ഫോർ യു. അപ്പോൾ ഞാൻ ഐ എം ഓൺ മൈ വേ ഇട്ടു. പിന്നെ എന്താ ഗെറ്റിംഗ് ലേറ്റ്. എന്നാൽ ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറയട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ കണ്ടോ ഫുള്ള് ബ്ലോക്കാണ് മഴ ആയിട്ട്. എന്നിട്ട് ഈ ബ്ലോക്കൊന്നും ഒരു കാണുന്നില്ല എന്നാവോ. അടക്കം ആ വളവ് മുഴുവൻ ബ്ലോക്കാ, വണ്ടി അനങ്ങുന്നില്ല. എത്ര സമയം കാണിക്കുന്നുണ്ട്? ഇനി 4 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. വിളിച്ച് പറയട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, എന്നിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയാം. അത് ആള് ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ വിളിച്ചിട്ട് എടുത്തപ്പോൾ പറഞ്ഞേ ബ്ലോക്ക് ഉണ്ട്, അതാണ് വരാൻ ലേറ്റ് ആവുന്ന പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നു വരാൻ പറഞ്ഞു.
വേറെ ഏതാ എക്സ്പ്രസ് വഴി കയറിയിട്ടുള്ള വഴിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം ഏതായാലും ഇവിടെ ഹോട്ടലെത്തിയിട്ടുണ്ട്. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 500 മീറ്റർ കൂടി ഉള്ളൂ പിക്ക് ചെയ്യാൻ. അതാണ് പിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞു. നമ്മളെ കസ്റ്റമർ അതാ മണ്ടുന്നു വേക്കിലോട്ട്. ഭയങ്കര തിരക്കാട്ടോ. ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. 1075 രൂപയായി ടോട്ടൽ 4 ട്രിപ്പ്. പിന്നെ ഒരു ട്രിപ്പ് ലാസ്റ്റത്തെ ഒരു ട്രിപ്പ് ഇപ്പോൾ പോരുന്നേക്ക് അടിച്ചു. അത് അപ്പം തന്നെ ക്യാൻസലായി. 200 എത്ര ഉണ്ടായിരുന്നു. ക്യാൻസലായത് നന്നായി. ഞാൻ ഇപ്പോൾ ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഈ ട്രിപ്പിന് നമുക്ക് 18 മിനിറ്റ് എടുത്തു 107 രൂപ കിട്ടി. അതിന് മുമ്പ് 432 രൂപയ്ക്ക് 27 കിലോമീറ്റർ ഓടിയിട്ട് അത് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. 432 ഹരിക്കണം 28 കൂട്ടാം. കിലോമീറ്ററിന് 15 രൂപ വെച്ചിട്ട് കിട്ടിയാൽ കുറച്ച് കറങ്ങി പോന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ലോങ് ട്രിപ്പ് എടുക്കാക്കണ നല്ലത്. ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ട്രിപ്പ് ഇങ്ങനെ കിട്ടണം. സർജ് കൂടിയിട്ട് സർജിലുള്ള സമയത്ത് ഇങ്ങനെ കിട്ടണം. അപ്പോൾ സർജിൻ്റെ പൈസയും പാടെ കൂടും. അപ്പോൾ ഏതായാലും ഇപ്പം നമുക്ക് യാത്രി റാപ്പിഡ് ഓണാക്കാം. ഊബർ വേണ്ട. യാത്രി റാപ്പിഡ് നല്ല അടി ഉണ്ടായിരുന്നു. ഇനി ഓണാക്കുമ്പോൾ എന്താ അവസ്ഥ അറിയില്ല. നമ്മൾ കുറേ എടുക്കണില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഓഫ് ചെയ്തിട്ടാണ്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. നേരത്തെ ഒരു ട്രിപ്പ് അടിച്ചു. 1.5 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ 150 രൂപ യാത്രയിൽ. റാപ്പിഡോയിലും അടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒന്ന് ഓണാക്കി നോക്കാം. ഊബർ ഇപ്പോൾ തൽക്കാലം അവിടെ കിടക്കുന്നത്. ഊബറേ ടീ ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് ഓഫ്ലൈൻ ആക്കിയിടാം. 1000 റുപ്യക്ക് ഓടില്ല. ഇനിയിപ്പോൾ ബ്ലോക്കിൻ്റെ ഇടയിൽ ഓടിയാലും മുതലാവില്ല. ഇനി ഇതിൽ നിന്ന് വല്ല ട്രിപ്പും വരട്ടെ. ഞാനേ അതിൽ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് 3 കിലോമീറ്റർ. ഐശ്വര്യ 3 കിലോമീറ്റർ 115 രൂപ. 2.5 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പില്ലേ. അപ്പോൾ ഡ്രോപ്പ് 1 കിലോമീറ്റർ എന്തോ ഉള്ളൂ. ഇൻഫോ പാർക്ക് റോഡ് നമുക്ക് ഓക്കെ അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ട്രിപ്പുകൾ എടുക്കാതായിരിക്കും നല്ലത്. മറ്റേത് അമൃത നഗറിലേക്കായിരുന്നു 296 യാത്ര. അത് എവിടെ സ്ഥലം നോക്കി നോക്കട്ടെ. അടുത്ത ട്രിപ്പ് ഇതാ 14 കിലോമീറ്റർ 341. അത് വേണ്ട, അത് എടപ്പള്ളിക്കാണ്. നേരത്തെ ട്രിപ്പ് വീണ്ടും വന്നിട്ടുണ്ട് 30 രൂപ ടിപ്പായിട്ട് 326 രൂപ 12 കിലോമീറ്റർ നമുക്ക് എടുക്കാം. അത് ഏതായാലും ആ ട്രിപ്പ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ 126 വീണ്ടും റാപ്പിഡോയിൽ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തു. മറ്റേ ഞാൻ എത്ര നോക്കിയിട്ടും എനിക്കിതിൽ കാണാൻ കഴിയുന്നില്ല. ആ ട്രിപ്പ് അക്സെപ്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് 1.9 കിലോമീറ്റർ. ഇത് പോയിട്ട് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇത് എവിടുന്നാ? ഇത് ഏകദേശം ഇപ്പോൾ പിക്ക് ചെയ്ത കറക്റ്റ് അതേ സ്പോട്ടിൽ നിന്ന്. കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി പിക്ക് ചെയ്യാം. ആ പെണ്ണിൻ്റെ അടുത്തേക്ക് നമ്മളെ മറ്റേ ഒരു 700 മീറ്റർ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആ പെണ്ണ് ക്യാൻസൽ ചെയ്ത്. ഇവിടെ എല്ലാവർക്കും വണ്ടി കിട്ടാത്തതുകൊണ്ടുള്ള സങ്കടമാണ്. ഡ്രൈവർമാർ ക്യാൻസൽ ചെയ്യാണ്. ഇപ്പോൾ ഈ പെണ്ണ് ഇങ്ങോട്ടാണ് ക്യാൻസൽ ചെയ്ത്. അപ്പം തന്നെ ഞാൻ യാത്ര ഓണാക്കി. യാത്രയിലല്ല ഊബർ റാപ്പിഡോ തന്നെ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് വന്നു 326 രൂപ 10 കിലോമീറ്റർ എടപ്പള്ളിക്ക്. ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ സിവിൽ ലൈനായിരുന്നു ആ പെണ്ണിൻ്റെ റോഡ്. തൊട്ടപ്പുറത്ത് എനിക്കൊന്നിന് പ്രസ്റ്റീജ് എന്ന് തോന്നുന്നുണ്ട്. ഫിലിപ്പാണ് പേര്. 326 രൂപ 10 കിലോമീറ്ററിന്. അത് ലാഭമാണ്. ഇപ്പം ഇനി എത്ര ബ്ലോക്ക് കൂടി കടന്നാലും ആളിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം വണ്ടികൾ കിട്ടാത്തതുകൊണ്ടേ അക്സെപ്റ്റ് ആയപ്പോൾ അത്ഭുതമായിട്ടുണ്ടാവും. 400 മീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ യാത്രയിൽ നല്ല അടി അടിക്കുന്നുണ്ട് കേട്ടോ. 150 രൂപ 3 കിലോമീറ്ററൊക്കെ. എനിക്ക് എടുത്താൽ മതിയായിരുന്നു. ഞാൻ എടുക്കണമെന്ന് കരുതി. പിന്നെ ആ മറ്റേ പെണ്ണിൻ്റെ ട്രിപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവൾ ക്യാൻസൽ ചെയ്ത്. കുഴപ്പമില്ല, നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം. മഴ ഉണ്ടായിട്ടാന്ന് തോന്നുന്നുണ്ട്. കുറേ വണ്ടികളില്ല. ഓണാക്കുമ്പോൾ സ്പോട്ടിൽ കുറേ ട്രിപ്പുകൾ വരികയാണ് സ്ക്രീനിൽ. ഊബർ ഓൾറെഡി ഓഫ് ചെയ്തേക്കാണ്. ഊബറൊക്കെ ഓണാക്കിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഊബറിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടൂല. കാരണം ഒരു ട്രിപ്പ് പിക്ക് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അടുത്ത ട്രിപ്പിൻ്റെ റിക്വസ്റ്റ് തരും. അങ്ങനെയൊക്കെ തരും ചിലപ്പോൾ ഊബർ. റേറ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ടിരിക്കണേ. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്തിയിട്ടുണ്ടല്ലോ. ലുലു മാളിലേക്കാണ് ആ ട്രിപ്പ്. ഇയാളായിരുന്നു, പിന്നെ ആളെ വൈഫോ. 326 രൂപയാണ് ഉണ്ടായിരുന്നത്. 330 ചെയ്തിട്ടുണ്ട്. ആള് വണ്ടി കയറിയപ്പോഴേ 326 ഉണ്ടാവും. വണ്ടി കയറിയപ്പോൾ എന്നോട് താങ്ക് യു സാർ എന്നോട്. അപ്പം എന്താന്നോ വണ്ടി കിട്ടണില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്യണത് അപൂർവങ്ങളിൽ അപൂർവം ആൾക്കാർ. അപ്പോൾ നമ്മൾ റാപ്പിഡോയിൽ റീചാർജ് ചെയ്യാൻ വന്നിട്ടുണ്ട്. റീചാർജിൻ്റെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാം 1000 രൂപയുടെ 81 രൂപ. ഊബർ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ ലുലു മാളിലൊന്നും തിരക്കില്ല കേട്ടോ. അവിടെയൊക്കെ എത്ര സമയം എടുത്തു ഈ ട്രിപ്പിന് നമുക്ക് പോരാനായിട്ട്? ഈ ട്രിപ്പ് നമുക്ക് എന്തായാലും ഒരു 40 എത്രയോ കണ്ടിട്ടുണ്ടായിരുന്നു. 48 മിനിറ്റ് 10.41 കിലോമീറ്റർ 326 രൂപ. കിലോമീറ്ററിന് 31 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. പക്ഷേ എങ്കിൽ നമുക്ക് അവിടെ 150 രൂപയുടെ 3 കിലോമീറ്ററിൻ്റെ അത് എടുത്താൽ മതിയായിരുന്നു. അങ്ങനത്തെ 2-3 ട്രിപ്പ് എടുക്കുമ്പോഴത്തേന് അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. അടിയൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും റീചാർജ് ചെയ്യാം. അങ്ങനെ നമ്മൾ റീചാർജ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി CNG ഇല്ല, CNG അടിക്കാം. കാരണം ഇനിയും ഇതുപോലുള്ള ബ്ലോക്ക് കൂടിയുള്ള ഓട്ടങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പണി പാളും.
അപ്പൊ CNG അടിക്കാം. നമുക്ക് ഏതായാലും ആ യൂട്ടൺ അടിക്കണം, അതുവരെ ഊബർ ഓൺ ആക്കിയാണ്ട് ഇങ്ങനെ പോവാ. അല്ലെങ്കിൽ വേണ്ട, ഊബർ ഓഫ് ചെയ്യാം. കാരണം എന്താ വെച്ചാലേ 2 പുള്ളിയിലുള്ള ഓട്ടം തുടങ്ങിയിട്ട് കുറച്ചായി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ 1 പുള്ളിയാവും. ഇനി ഇതുപോലെ വല്ല ലോങ് ട്രിപ്പ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ നമുക്ക് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡോ യാത്ര പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും പോയിട്ട് CNG അടിക്കട്ടെ പത്തടി പാലത്ത് നിന്ന്. CNG ഒക്കെ അടിച്ചപ്പോൾ ലുലുവിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ എനിക്കൊരു കോള് വന്നപ്പോൾ ഇങ്ങനെ കറക്റ്റ് CNG അടിക്കണമെന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 690 രൂപക്കാണ് CNG അടിച്ചത്. ട്രിപ്പ് 178 കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 0 ആക്കിയിട്ടുണ്ട്. നമുക്കൊരു 100 രൂപയുടെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ പിക്കപ്പും അല്ല 1.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. ഇനി 1.5 കിലോമീറ്ററോ 2 കിലോമീറ്റർ എന്തോ ഡ്രോപ്പ് ഉണ്ട്. 100 രൂപ ലാഭമാണ്. അപ്പോൾ ഏതായാലും പോയി പിക്കട്ടെ. എന്തൊരു തോമസ് എന്തോ ആണ് പേര്. അങ്ങനെ നമ്മൾ ചെറിയ ട്രിപ്പും കഴിഞ്ഞു. ഈ അമ്മൂമ്മ ആയിരുന്നു കേട്ടോ. അത് നമ്മളെ എടപ്പള്ളി പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. എടപ്പള്ളി പള്ളീൻ്റെ കോമ്പൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കട ഉണ്ടായിരുന്നു അമ്മൂമ്മക്ക്. അപ്പോൾ പോവാണ്. അപ്പോൾ ചെറിയ ട്രിപ്പായിരുന്നു കേട്ടോ. 97 രൂപയുടെ ട്രിപ്പ്. കുഴപ്പമൊന്നുമില്ല. 2 കിലോമീറ്റർ പിന്നെ പിക്കപ്പിൽ 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 3.5 കിലോമീറ്റർ 97. കറക്റ്റ് പൈസയാണ്. 100 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഇത് പിൻ നമ്പർ അടിക്കണ സമയത്തുണ്ട് റാപ്പിഡോയിൽ 2 കിലോമീറ്ററിന് 137 അടിക്കണേ. റാപ്പിഡോയിൽ നല്ല പൈസയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ 1 മണിക്കൂർ പാർക്ക് ചെയ്തിട്ട് നിൽക്കാം. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിക്കാം. കുറേ നേരത്തിന് ശേഷം നമുക്കൊരു ട്രിപ്പ് എടുത്തിട്ടുണ്ട്. വൈറ്റിലെ ഹബ്ബിലാണ് ഇപ്പോൾ. ഇത് ഇത്ര 210 ടോട്ടൽ ഉണ്ടായത്. 179 കിട്ടിയിട്ടുണ്ട് നമുക്ക്. കുറച്ച് ചില്ലറാണ്. 1 രൂപ ടിപ്പുണ്ട്. 3.2 ഉണ്ട്. ലാഭമായി നമുക്ക്. ഇനി അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. ഫുഡ് കഴിക്കാൻ വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ വൈറ്റിലെ ഹബ്ബിൻ്റെ കുറച്ചപ്പുറത്ത് സ്പേസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് ഒരു സംഭവം നമ്മൾ കണ്ടത്. അവിടെ ഒരു ഓട്ടോക്കാരൻ ബിരിയാണി വിൽക്കുന്നുണ്ട്. ഓട്ടൊന്നും ഇല്ലെന്നാവും. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു ബിരിയാണി വാങ്ങാം. ബിരിയാണി ആകുമ്പോൾ പാർസലാകുമ്പോൾ വാങ്ങി വെക്കാമല്ലോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. ഓട്ടോക്കാരനൊരു കച്ചവടം ആയിക്കോട്ടെ. ബിരിയാണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 80 രൂപയാണ്. എങ്ങനെയുണ്ട് ഫുഡ് എന്നാവോ. ഫുഡ് കഴിച്ചു നോക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. 80 രൂപ ബിരിയാണി. നമ്മളിവിടെ തൈക്കുടം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ സൈഡാക്കിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അത് അവിടെ ഒരു വേഗനാറാരം ഫുഡൊക്കെ കഴിച്ച് കൈ കഴിക്കണേ. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് ബിരിയാണി നോക്കട്ടെ. ഒരു അഡ്ജസ്റ്റബിൾ ബിരിയാണി. നമ്മളെ ലഞ്ചും കഴിയുമല്ലോ. അപ്പോൾ വേറെ ഒരു ഓഫ്ലൈൻ ആക്കിയിട്ടാണ്, ഫോൺ ഓഫ്ലൈൻ ആക്കിയിട്ടാണ്, ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഊബർ ഓൺ ആക്കാം. 1352 രൂപ കേട്ടോ ഊബർ ഓടിയെന്ന്. യാത്രി റാപ്പിഡോയിൽ 326 നമ്മൾ എടപ്പള്ളി പോയത്. ഇനി നമ്മളെ സീറ്റിലൊന്നും ആയിട്ടില്ല കേട്ടോ. ഒക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടി കഴിക്കണ ചെറിയൊരു തുണി കഷ്ണം ഉണ്ട്. അതോടെ വിരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി എന്താണെന്നോ, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണം ഉണ്ടാവും. ബിരിയാണിക്ക് ആകുമ്പോൾ ചിലപ്പോൾ മണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്പ്രേ ഉണ്ട് ഇവിടെ, എയർ സ്പ്രേ. അപ്പോൾ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് സ്മെല്ല് കളയാം. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കഴിച്ചതല്ലേ, നമുക്ക് ചിലപ്പോൾ മണം കിട്ടൂല. അപ്പോൾ കസ്റ്റമർക്ക് തന്നെ ചിലപ്പോൾ മണം കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഊബറൊക്കെ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൈക്കുടം മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത്. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാർക്കിലൊന്നും വല്ലാണ്ട് ആളെ കാണലില്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇപ്പോഴല്ലേ ഓണാക്കിയത്. ഒരു അരമണിക്കൂറോളം നമുക്ക് ഇവിടെ ഓണാക്കിയിട്ട് നിൽക്കാം. 2:33 ആയിട്ടുണ്ട്. ഒരു 3 മണി വരെയൊക്കെ നമുക്ക് നിന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പേട്ട ഭാഗത്തേക്ക് പോവാം. വടക്കേക്കോട്ട ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എന്താണെന്നോ ഉപകാരം, നമുക്ക് എവിടെയെങ്കിലും നല്ല തണൽ കിട്ടിക്കഴിഞ്ഞാൽ സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുന്ന് കഴിക്കണം എന്നുണ്ട്. ഇങ്ങനെ കഴിച്ചപ്പോൾ ഒരു ഇത്. അപ്പോൾ ബാക്കിലൊരു കുപ്പിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെറ്റാണ്. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ ഇതാകുമ്പോൾ എന്താ, നമുക്ക് ഹോട്ടലിൽ തപ്പി നടക്കും വേണ്ട. ഇത് നമ്മൾ ഊബർ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഹോട്ടലിൽ തപ്പി നടക്കണം വിശന്ന് കഴിഞ്ഞാൽ. പിന്നെ ചിലപ്പോൾ കിട്ടുന്ന ഹോട്ടലിൽ പാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും പോകണം. അത്രയും നേരം ഊബർ ഓഫ് ആയിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം ചോദിച്ചാൽ വേസ്റ്റ് അവിടെ ഇവിടെ ഇടാൻ പറ്റൂല. ഇതൊക്കെ കറക്റ്റ് പബ്ലിക് സ്പോട്ടാണ്. ഇവിടെയൊക്കെ ഫുൾ ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ ഡിക്കിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സാധനം നമ്മളെ വണ്ടി കഴിക്കണ തുണിയിൽ കെട്ടിപ്പോയി ഞാൻ വെച്ചിട്ടാണ്. ചിലയിടത്തൊക്കെ വേസ്റ്റ് ഇടുന്ന ചില ഗ്രില്ലുകൾ ഉണ്ടാവില്ല, അതിൽ കൊണ്ടുപോയി ഇടാം. അതിനുള്ളൊരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ നമുക്ക് സുഖം. നല്ല തണൽ കണ്ടാൽ വിശക്കണ സമയത്ത് ഇനി വല്ല ലോങ് ഒക്കെ പോയിട്ട് എവിടെയെങ്കിലും കാട്ടുമുക്കിൽ പോയിടാണെന്നുണ്ടെങ്കിൽ ടൗണിലേക്ക് വരണ്ട. നമുക്ക് ആ ഒരു തണലത്ത് തന്നെ ഫുഡ് കഴിക്കാം. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുന്ന് കഴിക്കണം. ഏതായാലും ഞാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് അടിക്കണ്ടോക്കട്ടെ. ട്രിപ്പൊന്നുമില്ല, രാവിലെ തന്നെ ഉള്ളു ട്രിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. സമയം 4 മണിയായി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് അങ്ങനെ പോന്ന് എരൂരെത്തി. എരൂര് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ അവിടെ ഒരു 3/4 മണിക്കൂറോളൊപ്പം നിന്ന്
അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നമ്മളെ വെണ്ണല ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമല്ലല്ലോ. അപ്പോൾ 3/4 മണിക്കൂർ അരമണിക്കൂറോളൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ട്രിപ്പ് അടിയണില്ല. അപ്പം ഇനി വെണ്ണല വന്ന് നോക്കാം. ഇനി ഇവിടുന്ന് ഒന്നും അടിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കാക്കനാട് കയറും. രാവിലെ കാക്കനാട് നമുക്ക് ട്രിപ്പ് അടിച്ച പോലെ എല്ലാവരും പീക്ക് ടൈം ആവാനായല്ലോ, ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയമായി. അപ്പോൾ അവിടുന്ന് 150-200 റുപ്യേൻ്റെ ഓട്ടങ്ങൾ എടുത്തിട്ട് ഓടാം, അതായിരിക്കും നല്ലത്. ഇനി വെണ്ണല വന്നിട്ട് വെണ്ണല കുറച്ച് നേരം നിന്ന് നോക്കാം. വെണ്ണല ജംഗ്ഷനിൽ അവിടുന്ന് എന്താ അവസ്ഥ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ കാക്കനാട് കയറാം. നമുക്ക് വെണ്ണല കറക്റ്റ് കാക്കനാട് ഭാഗത്തേക്ക് തിരിയണ അവിടെ എത്തിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു എടപ്പള്ളിക്ക്. അപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെയാണ് പാലാരോട്ടം ഭാഗത്തേക്ക് പോകുന്ന അവിടെ തന്നെയാണ് പിക്കപ്പ്. രാജേഷ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കാക്കനാട് ഭാഗത്തേക്ക് തിരിയുകയും ചെയ്ത് ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ ആളടുത്തേക്ക് എത്താം. അവിടെ ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ കസ്റ്റമർ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഏതോ ഒരു കസ്റ്റമറും ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെയാണ്. ഒരു ഹൈവേൻ്റെ സൈഡിലുള്ള ഇവിടെ ഒബ്രോൺ മോളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിലേക്കാണ്. ഇത് ഊബർ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ട്രിപ്പാണ് നമുക്ക് വന്നത്. ഓൺലൈൻ ട്രിപ്പായിരുന്നു. 140 രൂപയുടെ ഓൺലൈൻ ട്രിപ്പ്, 3 കിലോമീറ്റർ ഉള്ളൂ, ലാഭമാണ്. ഇതുണ്ടോ ഗോ പ്രയോറിറ്റി, അതെന്താണ് ഒരു സംഭവം എനിക്കറിയില്ല. നമ്മളിവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഇതാ ഊബർ പ്രയോറിറ്റി, ഊബർ ഗോ, ആക്സസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സാധനങ്ങൾ കയറ്റണതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഹവർലി റെന്റ്, അത് നമ്മളത് ഓഫാണ്. ഇൻട്രസിറ്റി നമുക്ക് ഓഫ് ചെയ്യാൻ മതി. ഈ പ്രയോറിറ്റി ആണ് പഠിച്ചത്. ഊബർ ഗോ പ്രയോറിറ്റി ആയിട്ടുള്ള ട്രിപ്പ്. ഇതാണ്ട് ഗോ പ്രയോറിറ്റി 9 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് എടുക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ ഇവിടെ ഈ ഒരു മതിലിൻ്റെ അപ്പുറമാട്ടോ നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ റോഡ് ഭയങ്കര മോശം. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇപ്പോൾ റിവേഴ്സ് ഇട്ടതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഗ്രൗണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് ഇപ്പം 5 മണിയായിട്ടുണ്ട് സമയം. ഇപ്പോൾ ഒരു കീർത്തന ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മളെ റൂമിൻ്റെ അടുക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതും പാടെ കഴിഞ്ഞാൽ നിർത്തും, നേരെ റൂമിലേക്ക് കയറും. നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞു. ഈ ഒരു പെണ്ണും വേറൊരു ചെക്കനായിരുന്നു ഡ്രോപ്പ് ചെയ്യാണ്ടായിരുന്നത്. നമ്മൾ വള്ളത്തോൾ ജംഗ്ഷനിലാട്ടോ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഇല്ല നമ്മളെ റൂമിലേക്ക്. അപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്, പിന്നെ റാപ്പിഡ് ഓഫ് ചെയ്യട്ടെ. പരിപാടി നിർത്താം കേട്ടോ. ഏതായാലും നമ്മൾ 6 മണിക്ക് നിർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ നിർത്തിയിട്ടുണ്ട്. 5:26 നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ബ്ലോക്ക് ഉണ്ട്. ഏകദേശം ബ്ലോക്കിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. പിന്നെ അപ്പം 326 നമ്മുടെ റാപ്പിഡോ എത്ര ടോട്ടലായി നോക്കട്ടെ. 326 പ്ലസ് ഊബറിൽ 1626, 1952 രൂപ. പിന്നെ യാത്രയിൽ ഇന്ന് ഓടിയില്ല, 0 ആണ്. അപ്പോൾ 1952 രൂപ. ഇന്ന് നമ്മൾ CNG അടിച്ചിട്ട് 37 കിലോമീറ്റർ ഓടി. ബിയിൽ 115 കേട്ടോ. 115 കിലോമീറ്ററിൽ 1952 രൂപക്ക്. അപ്പോൾ ഇനി നാളെ കാണാം. നാളത്തെ ട്രിപ്പുമായിട്ട് നാളെ കാണാം. മറ്റന്നാ നാട്ടിൽ പോവും, അല്ലെങ്കിൽ നാളെ ഈവനിങ് നാട്ടിൽ പോവും. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആയിട്ടില്ല, ഗുഡ് ഈവനിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.